ഒരു മാങ്ങയുണ്ടെങ്കിൽ ഗ്യാസ് പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാംഗോ ഡെസർട്ടാണ്. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് പെരുന്നാളിനൊക്കെ പെട്ടെന്നൊരു പുഡിംഗ് തയ്യാറാക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്ക് തയ്യാറാക്കാം. ഇതിൻ്റെ രുചിയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കിയാൽ മാത്രമേ എത്രത്തോളം ടേസ്റ്റിയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഈ മാംഗോ പുഡിംഗ് തയ്യാറാക്കുന്നതിലേക്കായി നല്ല പഴുത്ത മാങ്ങ, മധുരമുള്ള പഴുത്ത മാങ്ങ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കിതൊരു മാംഗോ പൾപ്പാക്കി അടിച്ചെടുക്കണം. അല്പം പാൽ കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അല്പം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്പം പാലൊരു 1/2 ഗ്ലാസ് പാൽ മതി. ഇത് നമുക്ക് നല്ല കട്ടിയായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാംഗോ പൾപ്പ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. ഈ ഫ്രഷ് ക്രീമിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പിൽ നിന്ന് 2 സ്പൂൺ മാംഗോ പൾപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ എല്ലാം കൂടി നല്ലതുപോലെ ഈ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും ഈ മാംഗോ പൾപ്പ് കൂടി നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത്ര പണിയേ ഉള്ളൂ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിസർട്ട് തയ്യാറാക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഒരു 8 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡും മാങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ബ്രെഡിൻ്റെ 4 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കണം. ഇനി 4 ബ്രെഡും നമുക്കിതുപോലെ ഒന്ന് നിരത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് പീസ് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡും മാങ്ങയും ഉണ്ടെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള ഈ ഈസി ഡിസേർട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട, കസ്റ്റാർഡൊന്നും കലക്കണ്ട. ഇതുപോലെ ബ്രെഡ് 4 പീസും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പ് നമുക്കിതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരു ഈസി ഡിസേർട്ട് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. ഇത്രയും രുചികരമായിട്ടുള്ള ഇതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഈ ഡിസേർട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാങ്ങയുടെ പൾപ്പ് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ലെയർ നമുക്ക് ഒരു ലെയർ കൂടി നമുക്ക് 4 പീസ് ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് നമുക്കിതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. 4 പീസ് ബ്രെഡും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമിൻ്റെ ആ മിക്സ് എടുത്ത് നമുക്കിതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഈസി മാംഗോ ഡിസർട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് പെരുന്നാളിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അത്രയും കിടിലൻ ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് അതെല്ലാം ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ള മാങ്ങയുടെ പൾപ്പ് കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര പണിയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള മാങ്ങയുടെ പൾപ്പ് കൂടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും കിടിലൻ ടേസ്റ്റാണ്. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹൈപ്പ് എന്ന ഓപ്ഷനുണ്ട്, അതുകൂടി ചെയ്യണം. പുഡിങ് തയ്യാറായി. നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കൂടി എടുക്കാം.